കോളേജിൽ ഒരുമിച്ച് വേണു ആക്ച്വലി വാസ് 1 year മൈ ജൂനിയർ ഇൻ സ്കൂൾ ആൻഡ് കോളേജ്. സോ പിന്നെ അണ്ണാച്ചി വേണുചേട്ടൻ്റെ കൂടെ ആയി തോറ്റ് അല്ല വേണു ഞാനും ഭയങ്കര അന്നോട്ട് ഇന്ന് വരെ ഒരു നല്ല ഫ്രണ്ട്സ് അല്ല, നല്ല വെരി വെരി ക്ലോസ്. ഇല്ല അണ്ണാ, ഏതെങ്കിലും ഒരു രസകരമായിട്ടുള്ള സംഭവം ഷെയർ ചെയ്യാൻ കാണുമോ? വേണു അല്ല വേണുചേട്ടൻ ഇനി കേസൊന്നും കൊടുക്കരുത്, പ്രായമായി. അല്ല വേണുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം എനിക്ക്. ആ വരണം, പറയൂ, വരട്ടെ. അല്ല എനിക്ക് ചിലത് അറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. ശരി, അത് ഞാൻ പറയാം. അതെ, ട്രിവാൻഡ്രത്ത് എനിക്കൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, ബ്ലൂ ബേർഡ്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ, വേണു, ബാലഗോപാലൻ തമ്പി, ഇവരൊക്കെ ആയിരുന്നു സിംഗേഴ്സ്. ചിത്ര ഇടയ്ക്ക് വന്ന് പാടുമായിരുന്നു ഓർക്കസ്ട്രയിൽ. എല്ലാം സ്റ്റുഡൻസ് ഓർക്കസ്ട്ര, ഇത് പ്രൊഫഷണൽസ് അല്ല. ഇടയ്ക്ക് പ്രൊഫഷണൽസിനെ കയറ്റും ഞങ്ങൾ. അതിൽ നിന്നാണ് ഞങ്ങളുടെയൊക്കെ ഡ്രീംസ് ഇങ്ങനെ തുടങ്ങിയത്. ഞാൻ പിന്നെ പഠിക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് വേണു സിനിമയിൽ പാടാൻ തുടങ്ങി, ചിത്ര സിനിമയിൽ പാടാൻ തുടങ്ങി. സോ ഇവരൊക്കെ വി വർ ഓൾ ടുഗെദർ അറ്റ് ദാറ്റ് ടൈം ഇൻ ട്രിവാൻഡ്രത്ത്. ആ സമയത്ത് ചിത്ര ഓഫ് കോഴ്സ് വാസ് മച്ച് യങ്കർ. ഇൻഡസ്ട്രിയിൽ ഷീ ഈസ് എ വെറ്ററൻ. ബട്ട് അല്ല, പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം അതല്ലായിരുന്നു. താൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അല്ലല്ല, അത് പറയണം, ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. അണ്ണാച്ചി വേറെ ആണ്ട് മറ്റേ പണ്ട് അണ്ണാ ഈ പരീക്ഷയ്ക്ക് ഒരു സാധനത്തിനെ പറ്റി 10 വാചകം എഴുതുക എന്ന് പറഞ്ഞു കാണും. അല്ലല്ല അല്ല പറയുന്നത്, അപ്പൊ അതിന് അല്ലെന്ന് അതപ്പം അല്ല, അണ്ണാച്ചിക്ക് ഒരു എക്സാമ്പിൾ പരീക്ഷ അല്ലല്ല, ഇതൊരു പരീക്ഷയാണ്. അപ്പൊ അവിടെ ഇത് തെങ്ങിനെ പറ്റി പഠിച്ചോണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ചോദിച്ചത് കുതിരയെ പറ്റിയാണ്. അപ്പോൾ ഒന്നും എഴുതാനില്ല. അപ്പോൾ കുതിര ഒരു മൃഗമാകുന്നു. കുതിരയെ സാധാരണ തെങ്ങിൻ്റെ താഴെ കെട്ടാറുണ്ട് എന്ന് പറഞ്ഞ് മുന്നേ ഫുള്ള് തെങ്ങിനെ കുറിച്ച്. അങ്ങനെ രക്ഷപ്പെടരുത്. നിങ്ങൾ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പല സ്ഥലത്ത് കയറി മോട്ടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെ പറ. വേണുവിടെ പ്രേമങ്ങളും എല്ലാം അറിയാം എനിക്ക്. സോ പ്രേമങ്ങളോ പ്രേമങ്ങളുടെ ഇടയിൽ ഉണ്ടാവല്ലേ. ബട്ട് ഇറ്റ് വാസ് ഗുഡ് ഫൺ, ഇറ്റ് വാസ് ഗ്രേറ്റ്. ഞങ്ങളൊക്കെ ശരിക്കും ഇഡിയറ്റ്സ് ആയിരുന്നു. ഡ്രീംസ് ഇൻ അവർ ഐസ് ഓൾവേസ്. എന്താണ് ജീവിതം എന്ന് അറിഞ്ഞുകൂടാത്തൊരു സമയം, എല്ലാവരും വിശ്വസിച്ച് ഇരുന്നൊരു സമയം. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇഷ്ടംപോലെ തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് ആ അണ്ണാച്ചിയുടെ ശബ്ദത്തിൽ നിന്ന് ഞാൻ വായിച്ചറിയുന്നു.